ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അതായത് കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഡാനിയൽ സെല്ലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾ സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡുമാണ്. അപ്പൊ സിങ്ക് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് അതിൻ്റെതായ സൊല്യൂഷനിൽ അത് ഡിപ്പ് ചെയ്തിരിക്കുന്നു, അല്ലെ? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നു. കോപ്പർ ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, ദീസ് ടു ഇലക്ട്രോഡ്സ്, അതായത് രണ്ട് ഇലക്ട്രോഡ്സും കണക്ട് ചെയ്തിരിക്കുന്നത് വോൾട്ട് മീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ രണ്ട് സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സോൾട്ട് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ കണ്ടിന്യൂറ്റി സ്മൂത്ത് ആകാൻ വേണ്ടിയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായി. ഇനി നമുക്ക് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. റിയാക്ഷൻസ് അറ്റ് ആനോഡ് നടക്കുന്നുണ്ട്, റിയാക്ഷൻസ് അറ്റ് കാഥോഡ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് സൈഡും കൂടെ ഇടണം. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരയ്ക്കുന്നത് ആനോഡാണ്, ലെഫ്റ്റ് സൈഡ് ആനോഡ്, സൈൻ നെഗറ്റീവ് ആണ്. റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നത് കാഥോഡാണ്, അത് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആണ്. അതായത് ഇലക്ട്രോൺ, അതായത് നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇവിടെ Zn2, അതായത് സിങ്ക് ഇലക്ട്രോഡിൽ എന്താണ് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്, കോപ്പർ ഇലക്ട്രോഡിൽ എന്താണ് റിഡക്ഷനുമാണ് നടക്കുന്നത്. അതായത് നമുക്കറിയാം ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും കാഥോഡിൽ എപ്പോഴും റിഡക്ഷനുമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആനോഡ് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വരച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവും ഇതിൻ്റെ സൈന് പോസിറ്റീവും ആയിരിക്കും. അതായത് നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ Zn, അതായത് സിങ്ക് ഇലക്ട്രോഡിൽ എന്താണ് നടക്കുന്നത്, സിങ്ക് ഇലക്ട്രോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇലക്ട്രോണിനെ അല്ലേ, അതായത് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇലക്ട്രോൺ റിച്ച് ആണ്. ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ടാണ് നെഗറ്റീവ് സൈനും അപ്പുറത്ത് പോസിറ്റീവ് സൈൻ. ഓക്കെ, ഇനി റിയാക്ഷൻസ് ചെയ്യാം. റിയാക്ഷൻസിനകത്ത് ഫസ്റ്റ് കാഥോഡ്, ഫസ്റ്റ് ആനോഡ്. ഓക്കെ, ആനോഡിൽ എന്താണ് നടക്കുന്നത്, ഓക്സിഡേഷൻ. ആനോഡിൽ ഓക്സിഡേഷൻ ആർക്കാണ് നടക്കുന്നത്, സിങ്കിന്. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിലാണ് സിങ്കിനും അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾക്ക് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ ആനോഡിനാണ് ഇവിടെ നമുക്ക് എന്ത് നടക്കുന്നത്, ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിൽ ആർക്കാണ്, സിങ്കിന്. ഓക്കെ, സിങ്കിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ്, Zn gives Zn2 plus 2 ഇലക്ട്രോൺ. Zn gives Zn2+. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്, റിഡക്ഷനുമാണ്. ഇലക്ട്രോണുകളുടെ കേസിൽ ആനോഡിൽ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് ആർക്കാണ് നടക്കുന്നത്, സിങ്കിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഈ സിങ്കിന് പോസിറ്റീവ് ചാർജ് Zn2+ ആകുന്നു, 2 ഇലക്ട്രോണുകൾ പോകുന്നു, അല്ലെ? ഇനി അടുത്തത് ഓക്സിഡേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റിഡക്ഷൻ. കാഥോഡിലാണ് എന്ത് നടക്കുന്നത്, റിഡക്ഷൻ നടക്കുന്നത്. കാഥോഡിൽ റിഡക്ഷൻ ആർക്കാണ്, കോപ്പറിന്, അല്ലെ? കോപ്പർ റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആദ്യം ഡിസോസിയേറ്റ് ചെയ്യും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡിസോസിയേറ്റ് ചെയ്ത് Cu2+ഉം SO4 2- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന Cu2+ ആണ് ആ 2 ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് Cu2+, നമ്മുടെ സൊല്യൂഷൻ ഡിസോസിയേറ്റ് ആയ Cu2+ എന്ത് ചെയ്യും, ഇതുവഴി വരുന്ന ഇലക്ട്രോണുകളെ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, അല്ലെ? 2 ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്ത് Cu ആവും. അതിന് എതിരായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ എന്തും ഫ്ലോ ഉണ്ടാവും, കറണ്ടിന്റെ ഫ്ലോയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാകും. ഇത്രയാണ് നമ്മുടെ ഡാനിയൽ സെല്ല് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആനോഡ് റിയാക്ഷൻ എഴുതി, കാഥോഡ് റിയാക്ഷൻ എഴുതി, ഇതിനെ നെറ്റ് സെൽ റിയാക്ഷനും കൂടെ എഴുതാം. നെറ്റ് സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് സെൽ റിയാക്ഷനായിട്ട് ഒന്നുമില്ല. ആദ്യം നമ്മുടെ ഈ ആനോഡ് റിയാക്ഷൻ എടുത്ത് എഴുതുക. Zn gives Zn2+ + 2 ഇലക്ട്രോൺ. അതേപോലെ നമ്മുടെ കാഥോഡിന്റെ റിയാക്ഷൻ എഴുതുക താഴത്തോട്ട്, Cu2+ +
2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇനി ഇതിനെ നമ്മൾ ഈ ആരോ മാർക്ക് എന്നുള്ളത് നമ്മൾ ഈക്വൽ ആക്കി എടുത്തിട്ട് ഈക്വലിന്റെ അപ്പുറം ഇപ്പുറം നടക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നടക്കുന്ന ഒരേപോലെയുള്ളവരെല്ലാം വെട്ടിക്കളയുക. ഇവിടെ സി ഇതുണ്ട്, ഇലക്ട്രോണും ഉണ്ട്, ഇലക്ട്രോണും ആണ്. പിന്നെ ഇവിടെ ഇസഡനും ഇവിടെ ഇസഡൻ 2+ ആണ്, കളയാൻ പറ്റത്തില്ല. Cu 2+ഉം Cu ആണ്, അതിനെയും കളയാൻ പറ്റില്ല. ആ ലെഫ്റ്റ് സൈഡിലുള്ളതിന് നമ്മൾ അതേപോലെ എടുത്ത് എഴുതുക. ഇസഡൻ പ്ലസ് Cu2+ ഗീവ്സ് ഇസഡൻ 2+ പ്ലസ് Cu. ഇതാണ് നമ്മുടെ നെറ്റ് സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡിലെ റിയാക്ഷൻ എഴുതി, കാഥോഡിലെ റിയാക്ഷൻ എഴുതി, നെറ്റ് സെൽ റിയാക്ഷൻ എഴുതി. ഇനി ഇതിന്റെ സെൽ റെപ്രസെന്റേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാനിയൽ സെൽ കംപ്ലീറ്റ് ആകും. സെൽ റെപ്രസെന്റേഷൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ സെൽ, അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഏതാ വരയ്ക്കുന്നതെന്ന് പറഞ്ഞത് ആനോഡിന്റെ അല്ലെ, റൈറ്റ് സൈഡിൽ കാഥോഡ്. അതൊന്ന് സെൽ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇവിടെ. അപ്പം ആനോഡിൽ നടക്കുന്നത് ഇസഡൻ ഗീവ്സ് ഇസഡൻ 2+ പ്ലസ് 2 ഇലക്ട്രോൺ ആണല്ലോ. അപ്പം ആ ഇസഡനെ ആദ്യം എഴുതുക, ബാർ ഇസഡൻ 2+ ഇലക്ട്രോണിനെ ഒഴിവാക്കണം. പിന്നെ നമ്മുടെ ഈ സോൾട്ട് ബ്രിഡ്ജ് എന്നുള്ളതാണ് ഡബിൾ ബാർ കൊടുക്കുക. ഇനി റൈറ്റ് സൈഡിൽ എന്താണ്, കോപ്പറിനാണ് നമുക്ക് റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ കോപ്പറിന്റെ ഇക്വേഷൻ ഇതല്ലേ, Cu2+, പിന്നെ നമ്മുടെ ഇലക്ട്രോണിനെ ഒഴിവാക്കി ബാക്കിയുള്ളത് Cu. ഇതാണ് നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാനിയൽ സെല്ലിനകത്ത് നമുക്ക് ഏതൊക്കെ പഠിക്കാനുള്ള, ഡാനിയൽ സെല്ലിന്റെ സെൽ കൺസ്ട്രക്ഷൻ പഠിക്കണം. അതിൻ്റെ ആനോട് കാഥോട് എഴുതുന്നതെല്ലാം വൃത്തിയായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ആനോഡിന്റെ റിയാക്ഷൻ, കാഥോഡിലെ റിയാക്ഷൻ, ആനോഡിൽ റിയാക്ഷൻ ആർക്കാണ് സംഭവിക്കുന്നത്, കാഥോഡിൽ ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ നെറ്റ് സെൽ റിയാക്ഷൻ, ലാസ്റ്റ് അതിൻ്റെ സെൽ റെപ്രസെന്റേഷൻ. ഇത്ര എഴുതി കഴിഞ്ഞ് നമ്മൾ ഡാനിയൽ സെല്ല് കംപ്ലീറ്റ് ആയി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.